ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊന്ന് ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശർക്കരയും അതുപോലെ തന്നെ തേങ്ങാപ്പീരയും കൂടെ കൂട്ടി നമ്മൾ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഉപ്പ് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. അതിനുശേഷം ചൂടുവെള്ളത്തിൽ നമ്മൾക്കതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും ഈ ഇലയടയെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാണ്. ബിക്കോസ് നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു വീഡിയോസിന് നിങ്ങൾ ആരും കമൻസും കാര്യങ്ങളും ഒന്നും തരുന്നില്ല. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റിയാക്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പ്ലീസ് ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ അതെല്ലാം കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ വാഴയില എടുക്കുന്നുണ്ട്. വാഴയിലെല്ലാം നമുക്ക് എടുത്ത് വൃത്തിയായി കഴുകിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളതൊക്കെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഗൈസ്. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി നമ്മൾ ഇലയിലേക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പീരയും അതുപോലെ തന്നെ ശർക്കരയും നമ്മളെടുത്ത് അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളത് മാറ്റി വയ്ക്കുന്നു. അതുപോലെ നമ്മൾ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടിയിൽ നമ്മളെടുത്ത് ചുടാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കാരണം വേറെ ഇതുണ്ടാക്കാനുള്ള പാത്രം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചീനച്ചട്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ 3 പേര് ഈ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അധികം അട ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഓൾ.